തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കേരള കോൺഗ്രസിലെ മാണി ഗ്രൂപ്പായിരുന്നു സംസാര വിഷയം, വിവാദ വിഷയം. മാണി ഗ്രൂപ്പ് UDFിലേക്ക് പോകുന്നു എന്ന തരത്തിൽ വാർത്തകൾ പരന്നു. മാണി ഗ്രൂപ്പിനെ കൂടെ കൂട്ടി UDFിനെ വിപുലീകരിക്കാൻ തയ്യാറാണെന്ന് സതീശനും പ്രഖ്യാപിച്ചു. എന്നാൽ തിരിച്ചടികളുടെ വാർത്ത വരുമ്പോൾ അക്ഷോഭ്യനായി ജോസ് കെ മാണി പറഞ്ഞു, ഞങ്ങൾ LDFിനോടൊപ്പം, ഞങ്ങൾ ഒരിടത്തേക്കും പോകുന്നില്ല. UDFിലേക്കുള്ള മടക്കയാത്ര അസാധ്യം, അതൊരടഞ്ഞ അധ്യായമാണ്. CPMനും CPIക്കും ശക്തമായ തിരിച്ചടിയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെങ്കിലും മാണി ഗ്രൂപ്പിന് കാര്യമായ തിരിച്ചടി ലഭിച്ചിട്ടില്ല. അവരുടെ അടിത്തറ ഭദ്രം തന്നെയെന്ന് അവർ തെളിയിച്ചു. ഇടതുപക്ഷത്തിന് പൊതുവെ ക്ഷീണമായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി മാറി. ഈ സാഹചര്യത്തിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ വോട്ട് ഷെയർ കുറഞ്ഞിട്ടില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതികളുടെ ഭൂരിപക്ഷം വളരെ വലുതായിരുന്നു. ചിലയിടത്ത് മാണി ഗ്രൂപ്പ് തോറ്റു, അത് സ്വാഭാവികമാണ്. കാരണം ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ ആകെ മൊത്തം ഒരു തിരിച്ചടി ഉണ്ടാകും. പക്ഷേ കോട്ടയം ജില്ലയിൽ അവർ പിടിച്ചെടുത്ത പഞ്ചായത്തുകൾ ശ്രദ്ധേയമാണ്. അതിലേറ്റവും പ്രധാനം പാലയിലെ മുത്തോളി പഞ്ചായത്താണ്. BJPയുടെ കോട്ടയായ മുത്തോളി പഞ്ചായത്ത് LDF മാണി ഗ്രൂപ്പിൻ്റെ സഹായത്തോടു കൂടി പിടിച്ചെടുത്തു. അത് മാണി ഗ്രൂപ്പിന് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാണി ഗ്രൂപ്പിൻ്റെ കരുത്ത് എന്തെന്ന് മുത്തോളി പഞ്ചായത്ത് പിടിച്ചെടുത്തതിലൂടെ തെളിയിച്ചു അവർ. പിന്നീട് പള്ളിക്കത്തോട് പഞ്ചായത്ത് മാണി ഗ്രൂപ്പ് പിടിച്ചെടുത്തത് വളരെ ശ്രദ്ധേയമായി മാറി. മുത്തോളി പള്ളിക്കത്തോട് പഞ്ചായത്തുകൾ പിടിച്ചെടുത്തതിലുപരി അതിരമ്പുഴ ജില്ലാ പഞ്ചായത്തും കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയായ കേരള കോൺഗ്രസിന് പ്രവർത്തകരുള്ള അതിരമ്പുഴ ജില്ലാ പഞ്ചായത്തും പിടിച്ചെടുത്തു മാണി ഗ്രൂപ്പ്. അവിടെ മാണി ഗ്രൂപ്പിലെ ജിം അലക്സ് കോൺഗ്രസിൻ്റെ കുത്തക സീറ്റിൽ നിന്ന് വിജയിച്ചു. ഇതോടെ മാണി ഗ്രൂപ്പിൻ്റെ കരുത്തെന്തെന്ന് UDF അറിഞ്ഞു. യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസുകളിൽ മാണി ഗ്രൂപ്പിന് മാത്രമാണ് ജനസ്വാധീനം ഉള്ളത്, ബാക്കിയുള്ളതെല്ലാം പാഴാണ്. ജോസഫ് ഗ്രൂപ്പൊക്കെ ഈ ട്രെൻഡ് വരുമ്പോൾ കൂടെ നിൽക്കും എന്നുള്ളതല്ലാതെ അവർക്കൊന്നും ജനസ്വാധീനം ഇല്ല. പാലാ മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷമില്ല എന്നത് ശരി തന്നെ. പക്ഷേ പാലാ മുനിസിപ്പാലിറ്റിയിൽ മാണി ഗ്രൂപ്പ് അനിഷേധ്യമായ ഒരു സാന്നിധ്യമായി തന്നെ നിൽക്കുന്നു. മാണി ഗ്രൂപ്പ് ജനപ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമായ ജനകീയ പ്രവർത്തനങ്ങൾ നടത്തുന്നു. മരിയ സദനം, മാണി ഗ്രൂപ്പിൻ്റെ മരിയ സദനം, 70ഓളം പ്രായമായ അന്തേവാസികൾ താമസിക്കുന്ന മരിയ സദനം സ്ഥിതി ചെയ്യുന്ന വാർഡിൽ 200-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാണി ഗ്രൂപ്പ് വിജയിച്ചു. അങ്ങനെ തങ്ങളുടെ സ്വാധീന സ്ഥലങ്ങളിലെല്ലാം വിജയിച്ച് മിന്നിക്കയറാൻ മാണി ഗ്രൂപ്പിന് സാധിച്ചു. CPIക്കും CPMനും അടിത്തറ നഷ്ടമായി എന്ന് പറയുമ്പോൾ മാണി ഗ്രൂപ്പ് നില ഭദ്രമാക്കുകയാണ് ചെയ്തത്. അവരുടെ അടിസ്ഥാന വോട്ടിൽ ഒരു ചോർച്ചയുമില്ലെന്ന് അവർ തെളിയിച്ചു. അതാണ് മാണി ഗ്രൂപ്പിൻ്റെ കരുത്ത്. മാണി ഗ്രൂപ്പിനെ കൂടെ കൂട്ടാൻ UDF ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് തന്നെ. പക്ഷേ മാണി ഗ്രൂപ്പ് UDFിൻ്റെ ആ ആഗ്രഹം മുളയിലെ തന്നെ നുള്ളിയിരിക്കുകയാണ്. മാണി ഗ്രൂപ്പ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, തങ്ങൾ UDFിനോടൊപ്പം ഇല്ല. എന്ത് സംഭവിച്ചാലും, തോറ്റാലും ജയിച്ചാലും തങ്ങൾ ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. LDF യോഗവും ഒക്കെ ചേരുമ്പോൾ മാണി ഗ്രൂപ്പിൻ്റെ വാക്കുകൾക്ക് പ്രസക്തി കൂടുതലാണ്, മാണി ഗ്രൂപ്പിന് പ്രസക്തി ഏറുകയാണ്. മാണി ഗ്രൂപ്പ് ശക്തമായ രീതിയിലുള്ള മത്സരമാണ് കോട്ടയത്തും ഇടുക്കിയിലും കാഴ്ചവെച്ചത്. ഇടുക്കിയിലൊക്കെ അവരുടെ വോട്ട് ഷെയർ കുറഞ്ഞിട്ടില്ല. അവരുടെ സ്ഥാനാർത്ഥികൾ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. കോട്ടയവും ഇടുക്കിയുമാണ് മാണി ഗ്രൂപ്പിൻ്റെ തട്ടകം. അവിടെ അവർക്ക് പ്രവർത്തകരുണ്ട്. മലയോര കർഷകർ ഇപ്പോഴും അവർക്കൊപ്പം തന്നെയെന്ന് അവർ തെളിയിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പിനെ കൂട്ടിയതിൽ പിണറായി വിജയന് വലിയ ലാഭം തന്നെ ഉണ്ടായി. ഇത്തവണയും അതുതന്നെ സംഭവിക്കും എന്നാണ് മാണി ഗ്രൂപ്പിൻ്റെ കരുത്ത് വിളിച്ചോതുന്നത്. മൊത്തത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ ചില വാർഡുകൾ മാണി ഗ്രൂപ്പിൽ നിന്ന് പോയി. അതിലുപരി അവർ പിടിച്ചെടുത്ത 3 വാർഡുകൾ ശ്രദ്ധേയമാണ്.
BJP പിടിച്ചെടുത്ത വാർഡുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ളത് വലിയ പാടാണ്. പക്ഷേ മുത്തോലി പഞ്ചായത്ത് LDF പിടിച്ചെടുത്തത് മാണി ഗ്രൂപ്പിന്റെ കരുത്ത് കൊണ്ടാണ്. പള്ളിക്കത്തോട് അതിരമ്പുഴ പള്ളിക്കത്തോട് പഞ്ചായത്തും അങ്ങനെ തന്നെ. കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന പഞ്ചായത്താണ് മാണി ഗ്രൂപ്പ് പിടിച്ചെടുത്തത്. അതിരമ്പുഴ ജില്ലാ പഞ്ചായത്തിൽ ജിം അലക്സ് മാണി ഗ്രൂപ്പിന് വേണ്ടി വിജയിച്ചു കയറിയപ്പോൾ UDFന് കരണത്തടിയാണ് ലഭിച്ചത്. ചുരുക്കത്തിൽ മാണി ഗ്രൂപ്പ് നിലഭദ്രമാക്കിയിരിക്കുന്നു. തങ്ങളുടെ നിലനിൽപ്പ് ഭദ്രം തന്നെ, തങ്ങളുടെ ശക്തി ഭദ്രം തന്നെ എന്നവർ തെളിയിച്ചിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ.